ഹലോ എവരിവൺ, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 11th ക്ലാസ്സിലെ ഫിസിക്സിലെ ഓരോ ചാപ്റ്റേഴ്സിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. ഓക്കെ, നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ നമുക്കറിയാം അധികം ഇക്വേഷൻസ് വരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ചാപ്റ്റർ 2 വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്കിത് മാക്സിമം ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. കാരണം ഫിസിക്സിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മെയിനായിട്ട് അറിയേണ്ടത് ഒന്നാമത് ഇക്വേഷൻസ് ആണ്. പിന്നെ നമുക്കത് അപ്ലൈ ചെയ്യാൻ അറിയണം. ഈ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞാൽ നമുക്ക് ഫിസിക്സിൽ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇക്വേഷൻ പഠിക്കുക എന്നുള്ളത് ഫിസിക്സ് പഠിക്കുന്നതിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് മാക്സിമം യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിലൂടെ മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. നമുക്ക് ചാപ്റ്റർ 2 ആയിട്ടുള്ള യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ എടുക്കാം. ഞാൻ ആദ്യം പറയുന്നത് ഇവിടെ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്, അതായത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്താണെന്ന് പറയാം. സപ്പോസ് ഞാനൊരു ഇക്വേഷൻ എടുക്കുകയാണ്, അതായത് എ ഇസ് ഈക്വൽ ടു ബി പ്ലസ് സി ഡി. ഓക്കെ ആണോ? ഇങ്ങനെ ഒരു ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ എയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ബിയുടെ ഡയമെൻഷനെ ഈക്വൽ ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, എയുടെ ഡയമെൻഷനും ബിയുടെ ഡയമെൻഷനും സി ഡിയുടെ ഡയമെൻഷനും പരസ്പരം ഈക്വൽ ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്ന് വിളിക്കാം. നമ്മൾ ഡയമെൻഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഇതറിയൽ വളരെ അത്യാവശ്യമാണ്. ഓക്കെ, നമുക്ക് മറ്റൊരു ഇക്വേഷൻ എടുക്കാം, അതായത് n1u1 ഇസ് ഈക്വൽ ടു n2u2. ഇനി നമുക്ക് എറർ മെഷർമെൻറ്റുമായി ബന്ധപ്പെട്ട കുറച്ച് ഇക്വേഷൻസ് നോക്കാം. ആദ്യം ഞാൻ എടുക്കുന്നത് എ മീൻ ആണ്, അതായത് മീൻ വാല്യൂ അല്ലെങ്കിൽ ആവറേജ് വാല്യൂ കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ ആണ്. ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നത് a1 പ്ലസ് a2 പ്ലസ് a3 എക്സെട്ര പ്ലസ് an ഡിവൈഡഡ് ബൈ n. അതായത് നമ്മൾ a1നെയും a2വിനെയും a3നെയും ടിൽ an വരെ നമ്മൾ ആഡ് ചെയ്യുക, ദെൻ n കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഇനി നമുക്ക് അബ്സല്യൂട്ട് എറർ കാണുന്നതിനുള്ള ഇക്വേഷൻ ഏതാണെന്ന് നോക്കാം. സപ്പോസ് നമുക്ക് a1ൻ്റെ അബ്സല്യൂട്ട് എറർ കാണണമെങ്കിൽ അതിനെ നമുക്ക് ഡെൽറ്റ a1 എന്ന് എഴുതാം. എ മീനിൽ നിന്ന് a1 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? അബ്സല്യൂട്ട് എറർ ഓഫ് a1 കിട്ടും. സോ ഡെൽറ്റ a1 ഇസ് ഈക്വൽ ടു എ മീൻ മൈനസ് a1. ഓക്കെ ആണോ? അടുത്തൊരു ഇക്വേഷൻ ആണ് റിലേറ്റീവ് എറർ കാണാനുള്ള ഇക്വേഷൻ. റിലേറ്റീവ് എറർ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എ മീൻ ഡിവൈഡഡ് ബൈ എ മീൻ. ഡെൽറ്റ എ മീനിനെ എ മീൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? റിലേറ്റീവ് എറർ കിട്ടും. ഈ വാല്യൂവിനെ 100 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കാം. സോ പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഡെൽറ്റ എ മീൻ ഡിവൈഡഡ് ബൈ എ മീൻ ഇൻറ്റു 100. ഓക്കെ ആണോ? അതുപോലെ മറ്റൊരു ഇക്വേഷനാണ്, അതായത് സപ്പോസ് ഞാനൊരു ഇക്വേഷൻ എടുക്കുകയാണ്. നിങ്ങൾക്ക് ഏത് ഇക്വേഷൻ വേണം എടുക്കാം. ഞാൻ എക്സാമ്പിൾ ആയിട്ടൊരു ഇക്വേഷൻ എടുക്കുകയാണ്. അതായത് ഞാൻ എടുക്കുന്ന ഇക്വേഷൻ എക്സ് ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി ക്യൂബ് ഡിവൈഡഡ് ബൈ സി ആണ്. അങ്ങനെയാണെങ്കിൽ എക്സിലെ എറർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് എന്ന് എഴുതാം. അതെന്തായിരിക്കും? 2 ഇൻറ്റു ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ എ. അതായത് സ്ക്വയർ എന്താവും? ഇൻറ്റു ആവും. 2 ഇൻറ്റു ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ എ പ്ലസ് ക്യൂബ് എന്നുള്ളതിന് നമ്മൾ 3 എന്ന് എഴുതും. 3 ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി പ്ലസ് ഡെൽറ്റ സി ബൈ സി. ഇവിടെ സി ഡിവൈഡഡ് ബൈ എന്നൊക്കെയാണ് തന്നിട്ടുള്ളത്. എന്ത് കിട്ടിയാലും നമ്മൾ ആഡ് ചെയ്യണം. അത് മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലും ഡിവിഷൻ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? പരസ്പരം ഇതിനെ ആഡ് ചെയ്യണം. സോ ഇതൊക്കെയാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന പ്രധാനപ്പെട്ട ഇക്വേഷൻസ്. നമുക്ക് മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ഇക്വേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്പീഡ് കണ്ടുപിടിക്കുന്നതിൻ്റെ ഇക്വേഷനാണ്. നിങ്ങൾക്ക് എല്ലാം അറിയായിരിക്കും, ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം. ഓക്കെ ആണോ? നെക്സ്റ്റ് വൺ, നമുക്ക് എങ്ങനെ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാം? ആവറേജ് വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റിനെ ടോട്ടൽ ടൈമുമായി ഡിവൈഡ് ചെയ്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാം. സോ വി ആവറേജ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ഓക്കെ ആണോ? നെക്സ്റ്റ് വൺ, എങ്ങനെ ആക്സിലറേഷൻ കണ്ടുപിടിക്കാം? ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ഡെൽറ്റ വി ബൈ ടി. അതായത് ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ആക്സിലറേഷൻ കിട്ടും. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇക്വേഷൻസ് ഓഫ് മോഷൻ ആണ്. ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. ഒന്നാമത്തെ ഇക്വേഷൻ ആണ് വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. വെലോസിറ്റി കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ ആണ് വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. നെക്സ്റ്റ് വൺ, എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ.
അടുത്ത ഇക്വേഷനാണ് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. നെക്സ്റ്റ് വൺ എസ് nth എങ്ങനെ കണ്ടുപിടിക്കാം? യു പ്ലസ് എ ബൈ ടു ഇൻറ്റു 2 - ഓക്കെ. അടുത്തായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ ആണ്. എസ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ആണ്. എങ്ങനെ നമുക്ക് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം? യു സ്ക്വയർ ബൈ 2a. എസ് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ ബൈ 2a. നെക്സ്റ്റ് റിലേറ്റീവ് വെലോസിറ്റി കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ ആണ്. ഇവിടെ രണ്ട് കേസ് ഉണ്ട്. അതായത് രണ്ട് ഒബ്ജക്ട്സ് സെയിം ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ വി എ ബി എന്ന് പറയുന്നത് വി എ മൈനസ് വി ബി ആയിരിക്കും. ഓക്കെ ആണോ? അടുത്ത കണ്ടീഷൻ എന്താണ്? രണ്ട് ഒബ്ജക്ട്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ വി എ ബി എന്ന് പറയുന്നത് വി എ പ്ലസ് വി ബി ആയിരിക്കും. സോ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ വി എ ബി ഇസ് ഈക്വൽ ടു വി എ മൈനസ് വി ബി. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ വി എ ബി ഇസ് ഈക്വൽ ടു വി എ പ്ലസ് വി ബി. ഇത്രയുമാണ് മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ഇക്വേഷൻസ്. നമുക്ക് നാലാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ഇക്വേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ഇക്വേഷൻ റിസൾട്ടൻ്റ്, രണ്ട് വെക്ടേഴ്സിൻ്റെ റിസൾട്ടൻ്റ് കാണാനുള്ള ഇക്വേഷനാണ്. എങ്ങനെ കണ്ടുപിടിക്കാം? ആർ ഇസ് ഈക്വൽ ടു റിസൾട്ടൻ്റ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് രണ്ട് വെക്ടേഴ്സിൻ്റെ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാൻ കഴിയും. ഓക്കെ ആണോ? അടുത്ത് നമ്മൾ പറയുന്നത് എ ഡോട്ട് ബി. എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എ ബി കോസ് തീറ്റയാണ്. ഇതിനെ നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് വിളിക്കും. എന്താ വിളിക്കുക? ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് വിളിക്കും. ഡോട്ട് പ്രൊഡക്റ്റ്. ഓക്കെ ആണോ? അടുത്ത് നമ്മൾ എടുക്കുന്നത് ക്രോസ് പ്രൊഡക്റ്റ് ആണ്. ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എ ക്രോസ് ബി, അതായത് എ ബി സൈൻ തീറ്റ എൻ ക്യാപ്പ്. ഇതെന്താണ്? ക്രോസ് പ്രൊഡക്റ്റ് ആണ്. ആദ്യത്തേത് ഡോട്ട് പ്രൊഡക്റ്റ് ആണ്, രണ്ടാമത്തേത് എന്താണ്? ക്രോസ് പ്രൊഡക്റ്റ് ആണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് റെസല്യൂഷൻ ഓഫ് എ വെക്ടർ ആണ്. അതായത് ഞാൻ ആർ എന്നുള്ള വെക്ടറിനെ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കമ്പണൻസ് ആക്കിയാൽ അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പണൻറ്റ് എന്ന് പറയുന്നത് ആർ കോസ് തീറ്റ ആയിരിക്കും. എന്നാൽ വെർട്ടിക്കൽ കമ്പണൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആർ സൈൻ തീറ്റ ആയിരിക്കും. ഓക്കെ. ഇനി നമുക്ക് പ്രൊജക്റ്റൈൽ മോഷനിലോട്ട് വരാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ആദ്യം നമുക്ക് എങ്ങനെ എച്ച് മാക്സ് കണ്ടുപിടിക്കാൻ നോക്കാം. എച്ച് മാക്സ് അഥവാ മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷനാണ് യു സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g. ഓക്കെ. ഇനി നമുക്ക് ടി അഥവാ ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷനാണ് 2u സൈൻ തീറ്റ ബൈ ജി. ദെൻ ആർ അഥവാ റേഞ്ച് കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷനാണ് യു സ്ക്വയർ സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ ജി. ഓക്കെ ആണോ? ഇനി ഞാൻ രണ്ട് കണ്ടീഷൻ എടുക്കുകയാണ്. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് യൂണിഫോം സർക്കുലർ മോഷനാണ്. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നോൺ യൂണിഫോം സർക്കുലർ മോഷനാണ്. യൂണിഫോം സർക്കുലർ മോഷനിലെ എ സി അഥവാ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ കാണുന്നത് എ സി ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ഇസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ആർ. ഇങ്ങനെയായിരിക്കും. ഓക്കെ. എന്നാൽ നമ്മൾ നോൺ യൂണിഫോം സർക്കുലർ മോഷൻ എടുക്കുകയാണെങ്കിൽ അവിടെയുള്ള എ ടി അഥവാ ടോട്ടൽ ആക്സിലറേഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? എ ടി ഇസ് ഈക്വൽ ടു എ സി പ്ലസ് എ ടി. ഇവിടുത്തെ ഈ ടി എന്ന് പറയുന്നത് ടാൻജൻ്റ് ആണ്. എന്താണ്? ടാൻജൻ്റ് ആണ്. ഓക്കെ. ഇത്രയുമാണ് മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ഇക്വേഷൻസ്. നമുക്ക് ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ഇക്വേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോവുമായി ബന്ധപ്പെട്ട ഒരു ഇക്വേഷനാണ് എഫ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി ആൻഡ് വിച്ച് ഇസ് ഈക്വൽ ടു എം എ. ഓക്കെ. അടുത്തൊരു ഇക്വേഷനാണ് മൊമെൻറ്റം കാണുന്നതിനുള്ള ഇക്വേഷനാണ്. ഇത് ഫോഴ്സ് കാണുന്നതിനുള്ള ഇക്വേഷൻ ആയിരുന്നു. ദെൻ നെക്സ്റ്റ് വൺ മൊമെൻറ്റം കാണുന്നതിനുള്ള ഇക്വേഷനാണ്. എങ്ങനെ കാണാം? മാസ് ഇൻറ്റു വെലോസിറ്റി, പി ഇസ് ഈക്വൽ ടു എം വി. ഓക്കെ ആണോ? നമുക്ക് അടുത്തൊരു ഇക്വേഷൻ എടുക്കാം. ഡി പി, അതായത് ഇമ്പൾസ് മൊമെൻറ്റം തിയറി. ഇമ്പൾസ് മൊമെൻറ്റം തിയറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷനാണ്. അതായത് ഡി പി ഇസ് ഈക്വൽ ടു ഐ. ഡി പി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം. ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്തിന് ഈക്വൽ ആയിരിക്കും? ഇമ്പൾസിന് ഈക്വൽ ആയിരിക്കും. ആൻഡ് വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഡോട്ട് ഡി ടി. ഇതാണ് എന്ത് പറയുന്നത്? ഇമ്പൾസ് മൊമെൻറ്റം തിയറിയിൽ പറയുന്നത്. ഓക്കെ ആണോ? നമുക്ക് അടുത്ത ഇക്വേഷൻ എടുക്കാം. അടുത്ത് നമ്മൾ ഗണ്ണിൻ്റെ റീകോയിൽ വെലോസിറ്റി കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷനാണ്. ഗണ്ണിൻ്റെ റീകോയിൽ വെലോസിറ്റി കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷനാണ്. ആൻഡ് വിച്ച് മീൻസ് വി ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ വി ഇസ് ഈക്വൽ ടു മൈനസ് സ്മോൾ എം ഇൻറ്റു സ്മോൾ വി ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എം. ഇവിടെ ക്യാപിറ്റൽ വി എന്താണ്? ഗണ്ണിൻ്റെ റീകോയിൽ വെലോസിറ്റിയാണ്. ദെൻ ക്യാപിറ്റൽ എം എന്താണ്?
ഗണ്ണിൻ്റെ മാസ്സാണ്. ഇവിടെ സ്മോൾ വി ആൻഡ് സ്മോൾ എമ്മും സ്മോൾ വി എന്താണ്, ബുള്ളറ്റിൻ്റെ മാസും വെലോസിറ്റിയുമാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗത്തിലോട്ട് പോകാം. അതായത് ഒരു ലിഫ്റ്റിലിരിക്കുന്ന ബോഡിയുടെ അപ്പാരൻറ്റ് വെയിറ്റ് കാണുന്നതിനുള്ള ഇക്വേഷൻസ് ആണ്. ഓക്കെ ആണോ? ഈ ലിഫ്റ്റിലെ ബോഡി റെസ്റ്റിലാണെങ്കിൽ നമുക്ക് അപ്പാരൻറ്റ് വെയിറ്റ് എന്തായിരിക്കും, mg ആയിരിക്കും, അഥവാ നോർമൽ വെയിറ്റ് ആയിരിക്കും. എന്നാൽ ഒരു ലിഫ്റ്റ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അപ്പാരൻറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് m×g+a ആയിരിക്കും. m×g+a, അതായത് വെയിറ്റ് കൂടി വരും. എന്നാൽ ഒരു ലിഫ്റ്റ് താഴോട്ട് വരികയാണെങ്കിലോ അപ്പാരൻറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് m×g−a ആയിരിക്കും, അതായത് വെയിറ്റ് കുറഞ്ഞു വരുമായിരിക്കും. ഓക്കെ ആണോ? അത് നിങ്ങൾക്ക് ലിഫ്റ്റിൽ നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. ശരിയാണല്ലോ? ഇനി നമുക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് കാണുന്നതിനുള്ള ഇക്വേഷൻ എടുക്കാം. ഫ്രിക്ഷണൽ ഫോഴ്സ് കാണുന്നതിനുള്ള ഇക്വേഷനാണ് F = μr. ഓക്കെ ആണോ? ഇനി നമുക്ക് അടുത്തൊരു ഇക്വേഷൻ എടുക്കാം, tan θ = μ. അടുത്തത് നമ്മൾ ഒരു കർവ്ഡ് റോഡിലെ വെലോസിറ്റി കാണുന്നതിനുള്ള ഇക്വേഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ കർവ്ഡ് റോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ലെവൽ റോഡാവാം, അടുത്തത് ബാങ്ക്ഡ് റോഡാവാം. ഒന്ന് ബാങ്ക്ഡ് റോഡാവാം, അല്ലെങ്കിൽ നോട്ട് ബാങ്ക്ഡ് റോഡ് അഥവാ ലെവൽ റോഡാവാം. രണ്ടും എന്താണ്, കർവ്ഡ് റോഡാണ്. ഓക്കെ, ലെവൽ റോഡാണെങ്കിൽ അവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് വെലോസിറ്റി = μrg. ഓക്കെ ആണോ? എന്നാൽ ബാങ്ക്ഡ് റോഡാണെങ്കിൽ അവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് √rg × μ + tan θ ഡിവൈഡഡ് ബൈ 1 - μ tan θ. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് കാണാം, ബാങ്ക്ഡ് റോഡിലെ അഥവാ കർവ്ഡ് ബാങ്ക്ഡ് റോഡിലെ വെലോസിറ്റി കാണാം. എന്നാൽ ഇവിടെ കൊടുത്തിട്ടുള്ള മ്യൂ 0 ആണെങ്കിൽ നമുക്ക് വെലോസിറ്റി =√rg tan θ എന്ന് പറയുന്ന ഇക്വേഷൻസ് യൂസ് ചെയ്യാം. നമുക്ക് ആറാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വർക്ക് എനർജി പവർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ഇക്വേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ആദ്യം എടുക്കുന്നത് വർക്ക് കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷനാണ്. വർക്ക് W = F.S, അല്ലെങ്കിൽ നമുക്ക് ഇതിന് എന്തെഴുതാം, Fs cos θ എന്ന് എഴുതാം. Fs cos θ എന്ന് എഴുതാം. ഓക്കെ ആണോ? അടുത്തതായി നമ്മൾ എടുക്കുന്നത് കൈനറ്റിക് എനർജി അഥവാ KE കാണാനുള്ള ഇക്വേഷനാണ്. എങ്ങനെ കണ്ടുപിടിക്കാം, KE = ½ mv². ഓക്കെ ആണോ? നെക്സ്റ്റ് നമ്മൾ എടുക്കുന്നത് വർക്ക് എനർജി തിയറവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഇക്വേഷനാണ്. അതായത് വർക്ക് W = ΔKE അഥവാ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. വർക്ക് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിക്ക് ഈക്വൽ ആണ്. ഈ തിയറത്തെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, വർക്ക് എനർജി തിയറം. ഓക്കെ, ഇനി നമുക്ക് പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ എടുക്കാം. ഇത് നോർമലായിട്ട് എല്ലാവർക്കും അറിയുന്ന ഇക്വേഷനാണ്. ഓക്കെ, h ഹൈറ്റ് ആണെങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും, mgh ആയിരിക്കും. ഓക്കെ, h ഹൈറ്റിലുള്ള പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് mgh ആയിരിക്കും. ഓക്കെ, എന്നാൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഒരു സ്പ്രിങ്ങിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിൽ നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കണം, പൊട്ടൻഷ്യൽ എനർജി = ½ kx² എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കണം. ഓക്കെ ആണോ? ഇനി നമുക്ക് അടുത്തതായിട്ട് കൈനറ്റിക് എനർജിയും മൊമെൻറ്റവും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്ന ഒരു ഇക്വേഷൻ എടുക്കാം. അതായത് കൈനറ്റിക് എനർജി p²/2m. p എന്ന് പറയുന്നത് എന്താണ്, മൊമെൻറ്റമാണ്. k എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയാണ്. ഓക്കെ, ഇനി നമുക്ക് പവർ കാണുന്നതിനുള്ള രണ്ട് ഇക്വേഷൻസ് എടുക്കാം. പവർ വർക്ക് ബൈ ടൈം, അതൊരു ഇക്വേഷനാണ്. p = W/t. അടുത്ത ഇക്വേഷനാണ് പവർ p F.V, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, FV cos θ എന്ന് പറയാം. ഓക്കെ ആണോ? ഇനി നമുക്ക് ഇലാസ്റ്റിക് കൊളീഷനുമായി ബന്ധപ്പെട്ട ഒരു ഇക്വേഷൻ എടുക്കാം. ഇലാസ്റ്റിക് കൊളീഷനുമായി ബന്ധപ്പെട്ട ഇക്വേഷനാണ് U1 - U2 = V2 - V1. ഓക്കെ ആണോ? ഇനി നമുക്കിതിലെ V1 എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. V1 എങ്ങനെ കണ്ടുപിടിക്കാം, m1 - m2 × U1 + 2m2 U2 ഡിവൈഡഡ് ബൈ m1 + m2. അങ്ങനെയാണെങ്കിൽ നമുക്ക് V2 എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും, V2 = m2 - m1 × U2 + 2m1 U1 ഡിവൈഡഡ് ബൈ m1 + m2. ഇങ്ങനെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, V2 കണ്ടുപിടിക്കാം. ഓക്കെ ആണോ? ഇനി നമ്മൾ എടുക്കുന്നത് അടുത്തത് കോയിഫിഷ്യൻ ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന E ആണ്.
ഇ എങ്ങനെ കണ്ടുപിടിക്കാം? V2 മൈനസ് V1 ഡിവൈഡഡ് ബൈ U1 മൈനസ് U2 ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? കോയിഫിഷ്യൻ ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ ഇ കിട്ടും. സോ നമ്മൾ വർക്ക് എനർജി പവർ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇക്വേഷൻസ് ഇതൊക്കെയാണ് വരുന്നത്.